ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് കോൺഗ്രസിന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം കൂടിയാണ്. സ്വാഭാവികമായിട്ടും വകുപ്പ് വിഭജനമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ മന്ത്രിസഭ രാഖി കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, പല നേതാക്കന്മാരെയും കൃത്യമായി തന്നെ KC പക്ഷത്താണ്. അപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിസഭ അപ്പാടെ KCയുടെ പക്ഷത്ത് ഏതാണ്ട് KCയുടെ പക്ഷത്താണ്. അതായത് സതീശൻ മുഖ്യമന്ത്രിയാണ്, പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആരാ? രമേശ് ചെന്നിത്തലയുണ്ട്. ഒപ്പം തന്നെ മന്ത്രിസഭയിലെ ഭൂരിഭാഗം പേരും KCയുടെ ആൾക്കാരാണ്. അപ്പോൾ അതായത് സതീശൻ ഇങ്ങനെ ഇരിക്കും, കാര്യങ്ങൾ ആര് നിയന്ത്രിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രോള് കണ്ടതാണ്. VD സതീശനും ഈ ഒരു നിയമസഭയും ഈ ഒരു മന്ത്രിസഭ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് കാര്യമായി പടിയൊന്നും ഉണ്ടാവില്ല. കാരണം അവർ ഗാലറിയിൽ നിന്ന് കളി കണ്ടാൽ മതി എന്നുള്ളത്. പക്ഷേ സതീശൻ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ടീം UDF. എന്തൊക്കെ പറഞ്ഞാൽ അതൊരു പോസിറ്റീവാണ്. കാരണം സതീശൻ ഉന്നയിക്കുന്ന ഒരു കാര്യം ടീം UDF ആണ്, ഇത് ടീം UDFന്റെ വിജയമാണ്, ഇത് ടീം UDF ആണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ പരോക്ഷമായൊരു അർത്ഥം മുസ്ലിം ലീഗാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് സതീശൻ തന്നെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഏത് തരത്തിലെ കാര്യങ്ങൾ പോകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എനിക്ക് തോന്നുന്നു വീണയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിശദാംശങ്ങൾ നൽകാനായി വീണ ചേരുകയാണ് തത്സമയം. വീണ, ഒപ്പം തന്നെ വിനീഷുണ്ട്, ശാലിനിയുണ്ട്. എന്തായാലും നമ്മുടെ ടീം സജീവമാണ് തന്നെ, നമുക്ക് റെഡിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വീണയിലേക്ക് ആദ്യം പോകാം. സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഒരുപാട് VVIPസും വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി വരുന്നുണ്ട്, കർണാടക മുഖ്യമന്ത്രി വരുന്നുണ്ട്, തെലങ്കാന മുഖ്യമന്ത്രി വരുന്നുണ്ട്. പക്ഷേ വരും 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 എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി വരില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ റെഡിയാണ്. യെസ്, ചിരിക്കുന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലക്സിന് മുന്നിൽ തന്നെ വീണ റെഡിയാണ്. വീണ, പറയൂ, എത്രത്തോളം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഗുഡ് മോർണിംഗ് ശ്യാം, രാഖി. അങ്ങനെ കേരളം കാത്തിരുന്ന UDF സർക്കാർ അങ്ങനെ അധികാരത്തിലേറാൻ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളാണ്. കാത്തിരുന്ന് കണ്ണു കഴിച്ച ദിവസങ്ങളുണ്ട്. കാരണം ആദ്യം മുഖ്യമന്ത്രിക്കായുള്ള കാത്തിരിപ്പ്, പിന്നീട് മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള കാത്തിരിപ്പ്, ഒടുവിലിതാ ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുകയാണ്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നത്. 25,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുക്കങ്ങളാണ്, വിപുലമായി തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ളത്, ഈ സ്റ്റേഡിയത്തിന് പുറത്തുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ, പോലീസുകാരാണ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ഈ ഒരു സുരക്ഷാ ചടങ്ങിന് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. നഗരത്തിൽ രാവിലെ മുതൽ തന്നെ കർശനമായിട്ടുള്ള ഗതാഗത നിയന്ത്രണമുണ്ട്. എല്ലാ വാഹനങ്ങളും പരിശോധിച്ചാണ് നഗരമധ്യത്തിലെ എല്ലാ റോഡുകളിലും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാസുകൾ മുഖേനയും ഒപ്പം അത് ഒന്നിലേറെ തവണ പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ ആൾക്കാരെയും, ഇത് സത്യപ്രതിജ്ഞ കാണാൻ എത്തുന്നവരെയും പാർട്ടി പ്രവർത്തകരെയും അടക്കം അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ കാര്യങ്ങൾ വീക്ഷിക്കുന്നതും അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നതിൻ്റെയും കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 25,000 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന അതിവിപുലമായിട്ടുള്ളൊരു വേദിയാണ് ഒരുക്കിയിരിക്കുന്നത്. 9:30-ക്ക് ശേഷമായിരിക്കും നിയുക്ത മുഖ്യമന്ത്രി, അതായത് ഇന്ന് മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശനൊപ്പം തന്നെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക. ആ സമയത്ത് തന്നെ 9:30-ക്ക് ശേഷം തന്നെയായിരിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആ സത്യപ്രതിജ്ഞ ചടങ്ങിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞു, 10 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞ മുന്നോടിയായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഓരോ മന്ത്രിമാരും ക്ഷേത്ര ദർശനവും പോലുള്ള ചടങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തിരക്കിലാണ്. ഇവിടെ ഓരോ പ്രവർത്തകരൊക്കെ തങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വേദിക്കരികിലേക്ക് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കേരളം കാത്തിരുന്ന ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. VVIP അടക്കമുള്ളവർ നിരവധി പേർ, അതായത് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, സിദ്ധരാമയ്യ, അതുപോലെ തന്നെ DK ശിവകുമാർ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കുവാൻ എത്തുന്നുണ്ട്. ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എത്തുമോ എന്നുള്ള കാര്യമായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട അനൗദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിരുന്നു. വിജയ് എത്തുമെന്നുള്ള കാര്യം. പിന്നീട് വിജയ് എത്തുന്നില്ല എന്നുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചത്. എന്തായാലും ഈ നിയുക്ത മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും നഗരത്തിലുടനീളം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ തന്നെ, സത്യപ്രതിജ്ഞ നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ തന്നെ കേരള നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഹൃദയാഭിവാദ്യങ്ങൾ എന്ന് രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ ഇരുഭാഗത്തും, ഈ വേദിയുടെ പ്രധാന കവാടത്തിൻ്റെ ഇരുഭാഗങ്ങളിലും സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുവാനും ഒപ്പം തന്നെ അതിൽ പങ്കെടുക്കുന്നതിനുമായിട്ട് കേരളത്തിൻ്റെ വിവിധ
വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന പ്രവർത്തകരെ കൊണ്ട് തലസ്ഥാനം നിറഞ്ഞിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിലും ഈ ഒരു ചടങ്ങ് വീക്ഷിക്കുന്നതിനായിട്ടുള്ള നിരവധി പ്രവർത്തകരായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രവർത്തകർ എത്തുന്നതനുസരിച്ച് അവരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ ആ സമയത്ത് തേടുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു മന്ത്രിസഭാ രൂപീകരണവുമായിട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയെങ്കിൽ പോലും KCക്ക് വേണ്ടിയുള്ള KC പക്ഷത്തുള്ള 8 മന്ത്രിമാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മുസ്ലിം ലീഗിനും അതിഭൂരിപക്ഷമാണുള്ളത്. അത് 5 മന്ത്രിമാരാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ളതും. എന്തായാലും ഈ മന്ത്രിസഭ അധികാരത്തിലേൽക്കുന്നതും അതിനുശേഷമുള്ള ആദ്യ മന്ത്രിസഭയിൽ എന്തൊക്കെ തരത്തിലുള്ള ജനകീയ പ്രഖ്യാപനങ്ങളായിരിക്കും നടക്കുക എന്നുള്ളത് കാണാനാണ് കാത്തിരിക്കുന്നത്. KSRTC ബസ്സിലെ അടക്കം വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കിട്ടുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ, അത്തരത്തിൽ 5 ഗ്യാരണ്ടികളാണ് നൽകിയിരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുമ്പോൾ UDF സർക്കാർ എങ്ങനെയായിരിക്കും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള 5 ഗ്യാരണ്ടികൾ, അതായത് അധിക സാമ്പത്തിക ചിലവ് വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രഖ്യാപനങ്ങൾ എങ്ങനെയായിരിക്കും നടപ്പാക്കുക എന്നാണ് കാത്തിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമായിരിക്കും ആദ്യ മന്ത്രിസഭാ യോഗം നടക്കുക. ആ ഒരു ചടങ്ങുകൾക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിലും ഒപ്പം തന്നെ വേദിക്ക് അകത്തുമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ശ്യാം, അതുപോലെ തന്നെ രാഖി, എന്തായാലും ആ ചടങ്ങുകൾ വീക്ഷിക്കാൻ വരും മണിക്കൂറുകളിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വലിയൊരു തിരക്ക് തന്നെയായിരിക്കും നഗരത്തിൽ അനുഭവപ്പെടുന്നത്. വീണ, കൃത്യമാണ് വിവരങ്ങൾ. രാഖി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടോൺമെന്റ് ഹൗസിലേക്കാണ് ശ്രദ്ധ ഇന്ന് മുഴുവൻ. കാരണം കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന വി.ഡി. സതീശൻ സ്വാഭാവികമായിട്ട് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരെ ക്ലിഫ് ഹൗസിലേക്കാണ് പോകുന്നത്. ക്ലിഫ് ഹൗസിലുള്ള പിണറായി വിജയൻ സ്വാഭാവികമായി നേരെ കണ്ടോൺമെന്റ് ഹൗസിലേക്കാണ് പോകുന്നത്. വളരെ രസകരമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രശാന്താണ് ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ചേരുന്നത്. രാഖി, ചോദിക്കാം പ്രശാന്തിനോട്. പ്രശാന്ത് റെഡിയാണ്? പ്രശാന്ത്, എന്തായാലും ശ്യാം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ശ്രദ്ധാകേന്ദ്രം കന്റോൺമെന്റ് ഹൗസ് തന്നെയാണ്. അവിടെ നിന്ന് വി.ഡി. സതീശൻ നേരെ ക്ലിഫ് ഹൗസിലേക്ക്, ഒപ്പം തന്നെ പിണറായി നേരെ അങ്ങോട്ടേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. മടങ്ങുന്നു എന്ന് തന്നെ പറയാല്ലേ. അല്ല, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ കുഞ്ഞിരാമായണത്തിലൊരു സീനുണ്ട്. മറ്റേ മകൻ അങ്ങോട്ട് പോകുമ്പോൾ അമ്മ തിരിച്ചു വരുന്ന അതുപോലെ വളരെ രസകരമായൊരു സാഹചര്യം. പറയൂ പ്രശാന്ത്, റെഡിയായോ സതീശൻ? നമസ്കാരം ശ്യാം, രാഖി. കണ്ടോൺമെൻറ്റ് ഹൗസിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പ്രവർത്തകരെല്ലാവരും എത്തി തുടങ്ങിയിരിക്കുന്നു. ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കണ്ടോൺമെൻറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങുന്ന നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരെ ചെല്ലുന്നത് ക്ലിഫ് ഹൗസിലേക്കാണ്. പിണറായി വിജയൻ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് വരികയും ചെയ്യും. എന്തായാലും വിചിത്രമായ ഒരു സംഭവം ആണ് അത്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൂടിയാണ്. എന്തായാലും ഇവിടേക്ക് നിരവധി പ്രവർത്തകർ രാവിലെ തന്നെ എത്തി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. അതോടൊപ്പം തന്നെ നേതാക്കളടക്കം ഇവിടേക്ക് എത്തും. അല്പസമയത്തുള്ളിൽ പ്രതിപക്ഷ നേതാവ് ക്ഷേത്ര സന്ദർശനത്തിൽ ഇറങ്ങുമെന്നടക്കമുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. എവിടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? ഞങ്ങൾ പറവൂര്. അതെ 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 അതെ, സ്വന്തം മണ്ഡലം. അദ്ദേഹത്തിന്റെ അടുപ്പക്കാരാണ് ഞങ്ങൾ. അപ്പം ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി, റൂമെടുത്തു, ഇവിടെ താമസിച്ചു. അതിരാവിലെ തന്നെ ഇങ്ങോട്ട് വന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കണം. ഇനി മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ കയറുമ്പോൾ ആഹ്ലാദ പ്രകടനമുണ്ട്. വലിയ സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. നമുക്ക് കേരളത്തിലൊരു മുതൽക്കൂട്ടായിട്ട് അദ്ദേഹം മാറും. നല്ല ഭരണം കാഴ്ചവെക്കും തീർച്ചയായിട്ടും. തുടക്കത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ അവസാനം മാറിക്കിട്ടി. പിന്നെ അതൊക്കെ രമ്യമായിട്ട് പരിഹരിക്കും. അതിൻ്റെ ഒരു തന്ത്രശാലിയാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കും. നിസ്സാര സമയം കൊണ്ട് എല്ലാം പരിഹരിച്ച് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടുകയാണ്. പെട്ടെന്ന് എന്ത് ആശങ്കകളിലെ അതൊക്കെ മാറിയതാ. 20 മന്ത്രിമാർ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞ് അപ്പോൾ ചെയ്യാൻ പോയാണ്. അതാണ് ചേട്ടൻ. പറവൂരാണ് ഞങ്ങളുടെ ചങ്കല്ലേ പുള്ളി. സർക്കിളാണ് പുള്ളി. ഒരു വർഗീയതൊക്കെ ഏറ്റവും വലിയ എതിര് ആണ് പുള്ളി. എപ്പോഴും അതിന് ചേർത്ത് പിടിക്കുന്ന ആളാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് നടത്തി തരും. നമ്മുടെ കാര്യത്തിനല്ല, ആരുടെ കാര്യത്തിന് പോയി പറഞ്ഞാലും നമുക്ക് നടത്തി തരും പുള്ളി. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കട്ടക്ക് കൂടുതൽ നിൽക്കുന്ന ആളാണ്. പുള്ളി അബി പറവൂര്. അതായത് ഞങ്ങൾ എത്രയും മാസങ്ങളായി ദിവസങ്ങളായി ഇതിനു വേണ്ടി നടക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സർവേശ്വരൻ നിറവേറ്റി തന്ന് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചാർജ് എടുക്കുന്നു. ഇനി 5 വർഷത്തേക്ക് ഈ കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാനും സന്തോഷത്തോടുകൂടി ജീവിക്കാനും സമാധാനത്തോടുകൂടി ജീവിക്കാനും ഒരു വർഗീയതയില്ലാതെ ജീവിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ശ്യാം, ഇത് വി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് ഇവരെല്ലാവരും. നേരത്തെ തന്നെ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ എത്തിയ നിരവധി പേരുണ്ട്. നമുക്കറിയാം ഇവിടെ ഈ ക്ലബ് ഹൗസിൽ ഈ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് എത്തിയതിൽ പലരും ഏറ്റവും കൂടുതൽ ആളുകളെല്ലാം ഈ വി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ളവരാണ്. നിരവധി പേര് ഇത്തരത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ വി ഡി സതീശൻ ക്ഷേത്ര ദർശനത്തിനായി പുറത്തേക്ക് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം മാത്രമാകും പിന്നീട് നേതാക്കൾ ചില കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് തുടർന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വേദിയിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങൾ സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കുന്നു. ഒരു ഭാഗത്ത് നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രവർത്തകരടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളിലും മറ്റ് നടപടിക്രമങ്ങളടക്കം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. വി ഡി സതീശൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്കെല്ലാം കടക്കുകയാണ്. എന്തായാലും 10 വർഷത്തെ പിണറായി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് UDF സർക്കാർ അധികാരത്തിലെന്നത്. ആ അധികാരത്തിലേറുമ്പോഴും തുടക്കത്തിൽ ചില മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടെല്ലാം ചില കാലതാമസങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം മാരത്തോൺ ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ പോലും ഈ വകുപ്പുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോഴും ആ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ വകുപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ ഒരു വെല്ലുവിളി വി ഡി സതീശന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ പ്രവർത്തകരെയും ഈ നേതാക്കളെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട വെല്ലുവിളി നിൽക്കുന്നു. മാത്രമല്ല മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ നിലവിൽ ഉള്ളത് KC പക്ഷമാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു. അങ്ങനെ വലിയ വെല്ലുവിളി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുമ്പോഴും വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല എന്ന് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം തുടർന്നുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ തുടർന്നുള്ള യാത്രകളിൽ കടുത്ത വെല്ലുവിളികളായിരിക്കും വി ഡി സതീശന് മുന്നിൽ നിൽക്കുക ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും അദ്ദേഹം നേരിടുന്നതിൽ വെച്ച് ഏറ്റവും ഉള്ളത്. ഇത്തരത്തിൽ പ്രത്യേകിച്ച് മുന്നണിയേക്കാൾ കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെയായിരിക്കും. അതാണ് ഞാൻ ആഭ്യന്തരമെന്ന് പറഞ്ഞത് തന്നെ. അവിടെ നിന്നും തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുക. നമുക്കറിയാം പണ്ട് ഉമ്മൻചാണ്ടി ആഭ്യന്തര പ്രതിസന്ധി തന്നെയായിരിക്കും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുക. പ്രശ്നം അത് കറക്റ്റാ പറഞ്ഞേ. തുടരാം. അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു നിലയിലേക്കാകുമോ അതോ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്കാകുമോ ഈ യാത്ര എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കാം. കൺട്രോൾമെന്റ് ഹൗസിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. നേരെ 10 മണിക്ക്. എനിക്ക് തോന്നുന്ന ക്ഷേത്ര ദർശനങ്ങളുണ്ട്. 10 വർഷത്തിന് ശേഷം ഒരു മുഖ്യമന്ത്രി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി ഫലം വരുന്ന ദിവസവും ഈ പറഞ്ഞ പോലെ ഒരുപാട് വഴിപാടുകളും മറ്റും ഉണ്ടായിരുന്നു. ചെന്നിത്തലേ നടത്തിയിരുന്നു. അതെ. അല്ല, അത് മാത്രമല്ല ഇതിലൊരു കൗതുകം കൂടി ഉണ്ട് രാഖി. കാരണം 10 വർഷമായ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിൽ അല്ലെ. എന്തായാലും ഇനി അടുത്തത് ആരാണ്? യെസ്, അടുത്തത് വിനീഷാണ്. വിനീഷിലേക്ക് പോകണം. വിനീഷ് ഞാൻ മനസ്സിലാക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഉള്ളിലുണ്ട്. തീർച്ചയായും നമുക്ക് വിനീഷ് റെഡ്ഡിയാണ്. വിനീഷ്, വലിയ പ്രവർത്തകരുടെ വലിയ ആവേശം ഇപ്പോഴേ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ എത്തി സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു വെപ്രാളത്തിലൊക്കെ ആയിരിക്കും. കാരണം 10 വർഷമായി കാത്തിരുന്ന് കിട്ടിയ ഒരു അധികാരമാണ്. തീർച്ചയായിട്ടും ശ്യാമ, ഈ സീറ്റുകൾ മന്ത്രിസഭയിൽ ആരൊക്കെ ഉറപ്പിക്കും, എന്തൊക്കെ പ്രതിസന്ധികളാണ് വരും ദിവസങ്ങളിൽ ഈ സീറ്റുകൾക്കായി ഉണ്ടാവുക എന്നതൊക്കെ തന്നെയാണ് ഇന്ന് നമുക്ക് നോക്കിക്കാണേണ്ടത്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ മന്ത്രിമാരെ ചൊല്ലിയുള്ള തർക്കം, അങ്ങനെ എല്ലാ തർക്കങ്ങളിലും കൂടി തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കടന്നു പോകുന്നത്. ആ തർക്കങ്ങൾക്കൊടുവിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി നിലവിൽ പുതിയ UDF സർക്കാർ അധികാരത്തിലേറാനായിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തും. അതേസമയം തന്നെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വേറൊന്നുമല്ല, നിലവിൽ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ വിഭജിക്കണം എന്ന് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ അങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന വി ഡി സതീശൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്: ഇനിയും ചില കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, ഒപ്പം വകുപ്പുകൾ തമ്മിലുള്ള ഒരു വിഭജനം, ആർക്കൊക്കെ എന്തൊക്കെ എന്നൊക്കെ തരത്തിലുള്ള ഒരു ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്ന് വി ഡി സതീശൻ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി ഈ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത അടി തീർക്കാനായിട്ട് ഗവർണർക്ക് മുന്നിൽ ഈ സത്യപ്രതിജ്ഞ കഴിയുന്നതോടുകൂടി വകുപ്പുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഗവർണറെ ഔദ്യോഗികമായി തന്നെ അറിയിക്കണം. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്നത് സംബന്ധിച്ചുള്ള ആ അറിയിപ്പ് പോലും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും ആലോചിക്കുകയുള്ളൂ
ഉള്ളൂ കോൺഗ്രസ് എന്ന തരത്തിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പോകുന്നത്. അതേസമയം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രവർത്തകരുടെ വലിയ ആവേശം, വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ഒരു വലിയ സംഗമം. ഒരുപക്ഷെ നേരത്തെ ഷ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ വലിയൊരു സന്ദേശം, അല്ലെങ്കിൽ വലിയൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ എന്ന കാര്യത്തിൽ സംശയമില്ല. രാവിലെ മുതൽ തന്നെ എല്ലാ പ്രവർത്തകരും സജീവമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. രാവിലെ സ്വന്തം സീറ്റുകൾ ഉറപ്പിക്കാൻ മന്ത്രിമാരെ പോലെ മുഖ്യമന്ത്രിയെ പോലെ ഒക്കെ തന്നെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും സ്വന്തം സീറ്റുകൾ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അല്പസമയത്തിനകം തന്നെ ഏകദേശം 9 മണിയോടുകൂടി തന്നെ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരും. 10 മണിക്ക് തന്നെ കൃത്യമായ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. ഒപ്പം പ്രമുഖ വ്യക്തികളൊക്കെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വിവിധ സ്ഥലത്ത് നിന്ന് പ്രമുഖ വ്യക്തികളൊക്കെ എത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു നീണ്ട ദിനം തന്നെ എത്തുന്നു. ഒപ്പം ശാലിനിയും നമ്മോടൊപ്പം ചേരുകയാണ്. ശാലിനി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ കസേര കളിക്കായിട്ടുള്ള ഒരു വലിയ ഒരു തന്ത്രങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പല ഘട്ടങ്ങളിലായി മെനയുന്നു. അവരുടെ സീറ്റ് ഉറപ്പാക്കുന്നു. ഇന്ന് രാവിലെ അണികളും അതേ ആവശ്യത്തിൽ സ്വന്തം സീറ്റ് ഉറപ്പാക്കാനായിട്ടൊക്കെ എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനിയുള്ള സാഹചര്യം പ്രത്യേകിച്ച് സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ ഞാൻ അല്പസമയം വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ് പ്രേക്ഷകർക്ക് മുന്നിൽ പ്രധാനമായി എടുത്തു പറയാനുള്ളത്. ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിയുമ്പോൾ അടുത്ത് വീണ്ടും സീറ്റ് വിഭജനം ആർക്കൊക്കെ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ വിവിധ പ്രമുഖ വ്യക്തികളും വരുന്നുണ്ട്. ആരൊക്കെയാണ് ആ പ്രമുഖ വ്യക്തികൾ എന്ന് സംബന്ധിച്ചുള്ളൊരു ലിസ്റ്റ് വ്യക്തമാക്കാൻ സാധിക്കും? കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞതിൽ കുറച്ച് പേര് എത്തുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ എത്തുന്നില്ല എന്നുള്ളത് ആരാധകർക്ക് ഒരു ആശങ്ക അല്ലെങ്കിൽ വിഷമമുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ കാര്യത്തിലാണ്. കാരണം വിജയ് എത്തില്ല എന്നുള്ളത് ഇന്നലെ ഉച്ചയോടുകൂടി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് തെലങ്കാന മുഖ്യമന്ത്രിയാണ്, ഹിമാചൽ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുന്ന വളരെ കുറച്ച് സംസ്ഥാനങ്ങളാണ് രാജ്യത്തുള്ളത്. ആ സംസ്ഥാനങ്ങളുടെ എല്ലാ മുഖ്യമന്ത്രിമാർ കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. കൂടാതെ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ളവർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുഖ്യ അതിഥിയായി എത്തുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല മല്ലികാർജുൻ ഖാർഗെ കൂടാതെ രാഹുൽ, പ്രിയങ്ക അടക്കമുള്ള നേതാക്കന്മാരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് രാവിലെ 8 മണിക്ക് ശേഷം അവർ തിരുവനന്തപുരത്തേക്ക് എത്താൻ പോകുന്നത്. അതിലൊരു ആകാംക്ഷ എന്നതിനപ്പുറം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടതാണ്, വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ രാഹുൽ അടക്കമുള്ളവർ വേദിയിൽ ഇടം പിടിച്ചത്. അതിനൊരു കടിഞ്ഞാണിടാൻ ലോക് ഭവൻ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പിന്നിൽ കാണുന്ന പ്രത്യേക പവലിയൻ. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. പ്രത്യേകിച്ച് ഗവർണർ കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആ നിർദ്ദേശത്തിൽ പറയുന്നത് ഇത്ര പേരാണ് ഈ സീറ്റിലേക്ക് ഇരിക്കേണ്ടത്, ഇത്ര പേർക്കാണ് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ വിജയുടെ സത്യപ്രതിജ്ഞയിൽ രാഹുൽ ഗാന്ധി കയറിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് പക്ഷേ പ്രോട്ടോക്കോളൊക്കെ തെറ്റിച്ച് അല്ലെങ്കിൽ ലംഘിച്ച് ഗവർണറുടെയൊക്കെ നിർദ്ദേശം ലംഘിച്ചാണ് ഇരിക്കുന്നത്. ഇതേ സാഹചര്യം ഇന്ന് പ്രിയങ്കയ്ക്ക് കസേര ഒരുക്കുമോ അതോ രാഹുൽ ഗാന്ധിക്ക് കസേര ഒരുക്കുമോ എന്നൊക്കെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാജ്ഭവൻ ഒരു നിർദ്ദേശം മുന്നോട്ടിറക്കിയിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്ഭവൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള വ്യക്തികൾ, ആ വ്യക്തികളുടെ മാത്രമേ ഈ ഇരിപ്പിടത്തിലേക്ക് നമ്മൾ കാണുന്ന ഈ സ്റ്റേജിലേക്ക് ഇരിക്കാൻ സാധിക്കുള്ളൂ എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ രാജ്ഭവൻ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തന്നെ ഒരുപക്ഷേ ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന തരത്തിൽ VD സതീശൻ എത്തുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ രീതിയിൽ ഗവർണർ നിർദ്ദേശം പുറത്തിറക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ലൈവ് തുടങ്ങിയ സമയത്ത് പോലും ശാലിനി ഞാൻ വ്യക്തമാക്കിയത് കസേരയ്ക്ക് വേണ്ടിയിട്ട് അടിപിടി കിടുന്ന കോൺഗ്രസ്സുകാരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഭരണം ഇല്ലാത്ത സമയത്തും ആ കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ അടിപിടി കൂടുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഇത് നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 10 മണിയോട് കൂടി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ട് ഒപ്പം തന്നെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം കൂടി ജനങ്ങളുടെ അറിവിലേക്കായി. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇരിപ്പിടത്തിന് വേണ്ടി ഇവിടെ അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രവർത്തകരൊക്കെ എത്തി അവരുടെ കസേരകളൊക്കെ പിടിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് VIP പവലിയനിലാണ്. ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. ഏറ്റവും മുന്നിലായി ഈ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഖാർഗെ അടക്കമുള്ളവർക്ക് പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. വേദിയിൽ ആകെ 23 കസേരകൾ, അതായത് 20 മന്ത്രിമാർ, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി കൂടാതെ തന്നെ ഗവർണർ അടക്കമുള്ളവർക്ക് മാത്രമുള്ള ഇരിപ്പിടമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ
ജില്ലയിലെ ഏറ്റവും സെൻട്രൽ സീറ്റിലാണ് ഗവർണറുടെ ദേശീയ പതാകയ്ക്ക് സമീപത്തായി ഗവർണർക്കുള്ള ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് മന്ത്രിമാർ അടക്കമുള്ള വളരെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് ആ വേദിയിൽ ഉണ്ടാവുക. അതിനപ്പുറം ആരും ആ വേദിയിലേക്ക് കയറരുത് എന്നുള്ളതാണ് ലോക്ഭവന്റെ പ്രോട്ടോകോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഗതാഗത നിയന്ത്രണത്തിലേക്ക് വരികയാണെങ്കിൽ രാവിലെ 7 മുതൽ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം അത് ഇപ്പോഴും തുടരുകയാണ്. തലസ്ഥാന ജില്ലയിൽ വൈകിട്ട് 4 മണി വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗവർണർ അടക്കമുള്ളവർ ഇവിടെ നിന്ന് ലോക്ഭവനിലേക്ക് മടങ്ങും. മുഖ്യമന്ത്രി ആയി സത്യപ്രതിജ്ഞ ചൊല്ലുന്ന അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന വി.ഡി. സതീശൻ അടക്കമുള്ളവർ ഇനി നേരെ പോകുന്നത് ഇവിടെ നിന്നും പ്രവർത്തകരെ കണ്ടതിന് ശേഷം സെക്രട്ടേറിയറ്റിലേക്കാണ്. ചുമതലയേൽക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 4 മണി വരെ. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കൊക്കെ ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള യാത്രകൾ ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി അത് നാളത്തേക്ക് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ 4 മണിക്ക് ശേഷമാക്കുകയോ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം എന്നുള്ളതാണ്. കാരണം അത്രയധികം തിരക്ക് ഇന്നലെ മുതൽ തന്നെയുണ്ട്. കാരണം VVIPകളുടെ വലിയൊരു നിര കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരടക്കമുള്ളവരുണ്ട്. Z+ കാറ്റഗറി സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളും ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാന ജില്ല ഈ മണിക്കൂറിലുള്ളത്. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് സെൻട്രൽ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു.